അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കിയാൽ നിങ്ങളിതാ പഴുത്ത മാങ്ങയും വെള്ളരിക്കയും ഒക്കെ ഇട്ടിട്ട് നല്ല ഒരു പുളിങ്കറി ഉണ്ടാക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഇതാ മീനുണ്ട്. ഈ മീനിനെ കൊണ്ട് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു പീര ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കറിയും കൂടി ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ നമ്മളതും ഉണ്ടാക്കും. അപ്പോൾ നമ്മളെ പഴുത്ത മാങ്ങയിട്ട് വെള്ളരിക്ക പുളിങ്കറി ഇതാ ഇവിടെ റെഡിയായി. ഇതിന് ഇതാ വറവിടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുവാണ്. എന്താ വറവൊക്കെ ആക്കി ഇനിയിപ്പം എന്താ ഇതിനകത്തേക്ക് നമ്മൾ വറവിടും. അതിന് ശേഷം നല്ല ടേസ്റ്റിൽ നമ്മൾ ഉച്ചക്ക് ചോറിന് കൂട്ടുന്നതായിരിക്കും. ഇതാണ് പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന പുളിങ്കറി. നമ്മൾ പുളിങ്കറി എന്നാ പറയുക, പുളിശ്ശേരി എന്നൊക്കെ പറയും. അങ്ങനെ ഇതാ സുഹൃത്തുക്കളെ, ഇതാ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചുവപ്പ് കളറ്. ഇതമ്മ മുളക് പൊടി കുറച്ചിട്ടത് കൊണ്ടാണ് ഈ കളറ്. മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആക്കിയത് കൊണ്ടാണ് ഈ കളറ് നമുക്ക് കിട്ടിയത്. അങ്ങനെ മീൻ പീരയും റെഡിയായി.